ഇതാണ് മോസ്കിറ്റോ ഫോർസെപ്സ്, വയറ്റില് അകപ്പെട്ടു പോയ ഈ കുഞ്ഞൻ വില്ലൻ. കുറച്ച് കാര്യങ്ങൾ ആയുർവേദത്തിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു 2500 വർഷങ്ങൾക്ക് മുന്നേ എഴുതപ്പെട്ടിട്ടുള്ള ബുക്കാണ് സുശ്രുത സംഹിത. സുശ്രുതാചാര്യനാണ് ഇത് എഴുതിയിട്ടുള്ളത്. അന്നത്തെ കാലത്ത് നമ്മുടെ ഉള്ളിൽ ഫോറിൻ ബോഡീസ് എന്തെങ്കിലും ഉണ്ടോ എന്നറിയാനായിട്ട് പ്രത്യേകിച്ച് MRIയോ എക്സ്റേയോ ഒന്നും ഇല്ല. ഇനി ഫോറിൻ ബോഡീസ് അക്കോർഡിംഗ് ടു ആയുർവേദ ഇറ്റ്സ് ആഗന്തുക ശല്യം. തത്ര ശല്യം നാമ വിവിധ തൃണ കാഷ്ട പാഷാണ പാംസു ലോഹ ലോഷ്ട അസ്ഥി ബാലനഖ എന്ന് തുടങ്ങുന്ന ഒരു ലിസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്. തൃണ മീൻസ് ഗ്രാസ്, കാഷ്ടം മീൻസ് വുഡ് പാർട്ടിക്കിൾസ്, പാഷാണം സ്റ്റോൺ, പാംസു മീൻസ് ഡസ്റ്റ്, ദെൻ ലോഹ, ഹിയർ കംസ് ദി കത്രിക ശല്യം. ഈ ശല്യം ഇതുപോലെ ബോഡിയിൽ ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ലക്ഷണങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. ശ്യാവം മീൻസ് ഒരു ബ്ലാക്കിഷ് ഡിസ്കളറേഷൻ, ഒരു നോർമൽ ആയിട്ടുള്ള ഒരു കളറിൽ നിന്ന് മാറിയിട്ടുള്ള ഒരു കളർ ഉണ്ടാകാം. പിടകാജിതം, പിടക മീൻസ് ആബ്സസ് ഫോർമേഷൻസ്. ശോഫ വേദനാവന്തം, ശോഫം മീൻസ് സ്വെല്ലിംഗ് ആണ്. വേദനാവന്തം മുഹുർമുഹു, വേദന ഉണ്ടാകാം. അത് എങ്ങനെയാണ്? ഇടയ്ക്കിടയ്ക്കൊക്കെ വേദന. ശോണിതാശ്രാവിണം, ബ്ലീഡിങ് ഉണ്ടാകാം. ബുദ്ബുദവതുന്നതം, മൃദുമാംസം ച മീൻസ് ഒരു ഇൻഫ്ലമേഷന്റെ സൈൻസ് ആണ് ആ പറയുന്നതൊക്കെ. സ്റ്റിച്ച് എടുക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ സ്റ്റിച്ച് എടുത്തപ്പോൾ ആ സ്റ്റിച്ച് കൂടെ ഇങ്ങനെ പഴുപ്പൊക്കെ വരുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് വയറ്റുവേദന നടുവേദനയും ഒക്കെ ഉണ്ടാകും. വേദന ഇങ്ങനെ വരും. സർജറി കഴിഞ്ഞാണ് വയറുവേദനയൊക്കെ ഉണ്ട്. എനിക്ക് 1 വർഷത്തിന് മുന്നേ എനിക്ക് മൂത്രം ഒഴിക്കുമ്പോൾ ബ്ലഡ് വരുമായിരുന്നു. കാരണം ഈ റീറ്റൈൻഡ് ഇൻസ്ട്രുമെന്റ് ശരീരത്തിനുള്ളിൽ എന്താണ് ചെയ്യുന്നത് അറിയും. അതൊരു ഫോറിൻ ബോഡിയാണ്, അതൊരു എക്സ്ട്രാ വന്ന സാധനമാണ്. അപ്പോൾ ശരീരം അതിനെതിരെ പ്രതികരിക്കും, ഇൻഫെക്ഷൻ ഉണ്ടാക്കാം, അബ്സസ് രൂപപ്പെടാം. നമ്മളുടെ ശരീരത്തില് അതിന് എന്ത് സംഭവിക്കും എന്ന്, ദാറ്റ് മീൻസ് ഗോൾഡ്, സിൽവർ, കോപ്പർ, ബ്രാസ്, ടിൻ, ലെഡ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ ചിരസ്ഥാനാത് വിലീയന്തി, ദർ ഇസ് എ ചാൻസ് ഫോർ ഡിസോൾവിങ്. It may gets dissolved on long stay inside the body. അയൺ ഇതിൽ പറഞ്ഞിട്ടില്ല. അയൺ ഇറ്റ് ഇസ് എ സെപ്പറേറ്റ് എൻറ്റൈറ്റി. പ്രായോ നിർഭുജ്യതേ ഷാർങ്യം ആയസം ച ഇത് നിശ്ചയ എന്നത്. ഷാർങ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊമ്പ് പാർട്ടിക്കിളാണ്, അല്ലെങ്കിൽ ആയസം, ഇതാണ് നമ്മളുടെ കത്രിക. അപ്പോൾ അയൺ പാർട്ടിക്കിൾ ശരീരത്തിൽ ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നിർഭുജ്യതേ മീൻസ് അതിന് ഇറ്റ് മേ ഗെറ്റ്സ് ബെൻഡ്, അതിന് വളയാനുള്ള സാധ്യതയുണ്ട്, വളഞ്ഞു പൊട്ടാനുള്ള ഒരു സാധ്യത ഇതിൽ പറയുന്നുണ്ട്. സോ അപ്പോൾ അത് തന്നെയാണ് ഈ ഒരു കേസിലും സംഭവിച്ചിട്ടുള്ളത്. അത് മൂത്രസഞ്ചിയിൽ കത്രിക കൊണ്ട് മുറിവേറ്റുവെന്നും കത്രിക ദ്രവിച്ച് ഒടിഞ്ഞ അവസ്ഥയിലായിരുന്നുവെന്നും പറയുകയാണ്. അതെന്താ ചെയ്യാ? പക്വം അവിബധ്യമാനം ഭേദയേത് ധാരയേദ്വ, ഇറ്റ് ഷുഡ് ബി സർജിക്കലി റിമൂവ്ഡ്. അപ്പോൾ അത് കറക്റ്റായിട്ട് ആ ഒരു രീതിയിൽ തന്നെയാണോ പണ്ടത്തെ ആചാര്യന്മാരും ചെയ്തുകൊണ്ടിരുന്നത്?